എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം എങ്ങനെയാണ് അവൾ മരിച്ചതെന്ന്. അത് വല്ലാതെ ദുഃഖം കൂട്ടുകയാണ്. അപ്പോൾ സിമ്പതി, സെൽഫ് പിറ്റി മുതലായ കാര്യങ്ങൾ നമ്മളെ പാരലൈസ് ചെയ്യും. ബ്ലാങ്ക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചിന്തയില്ലാതെ ഒരുപാട് നേരം ഇരിക്കുന്ന ഒരു അവസ്ഥ, നിശ്ചലമായ അവസ്ഥ. ആ സമയത്ത് വളരെ ഡേഞ്ചറസ് ആയിരുന്നു. എന്നിട്ട് ഇതൊക്കെ ഈ 7 പേരുണ്ടായിട്ട് തന്നെ എൻ്റെ 2 ബോഡി ഗാർഡ്സിനെ അവർ കിഡ്നാപ്പ് ചെയ്തു. അതേപോലെ എൻ്റെ ഒരു 4 വീൽ ഡ്രൈവ് ബ്ലോ അപ്പ് ചെയ്തു. രക്ഷപ്പെട്ടു, മരിക്കാതെ എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഒരു വയലൻസും നമ്മുടെ ഭാഗത്തുനിന്ന് പാടില്ല. വയലൻസിലേക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ മാറിക്കളയണം. പബ്ലിക് ഫണ്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ കെയർലെസ് ആയിരിക്കും. പൈസ വരുന്നുണ്ട്, ഓക്കെ ഞാൻ ചെയ്തേക്കാം, അപ്പോൾ എന്നെ വിശ്വാസമില്ല എന്നൊക്കെ ചോദിക്കും. ഇത് വിശ്വാസമൊന്നുമല്ല, ഇതൊരു എത്തിക്സാണ്. നമസ്കാരം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം മറുനാടൻ മലയാളിക്ക് വേണ്ടി ഏറ്റെടുത്തിരിക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്. സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന, എന്നും സത്യം മാത്രം പറയാൻ ശ്രമിക്കുന്ന, അതിനുവേണ്ടി അതിൽ ഉറച്ചു നിൽക്കുന്ന ശ്രീ ഷാജൻ സ്കറിയോടുള്ള എൻ്റെ വ്യക്തിപരമായ ഒരു അടുപ്പവും സ്നേഹവും ഒക്കെയാണ് ഈ ഒരു ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂവിൽ ആങ്കറായിട്ട്, ഒരു അവതാരകനായിട്ട്, ഒരു ചോദ്യകർത്താവായിട്ട് ഒക്കെ വന്നു നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. മലയാളി ഉള്ളിടത്തോളം കാലം ശങ്കര ദർശനങ്ങൾ നാം മറക്കുകയില്ല. അദ്വൈതം ജനിച്ച ഈ നാട്ടിൽ നിന്ന് തന്നെ ശങ്കരനു ശേഷവും ശങ്കരന് മുമ്പും ഒട്ടനവധി മഹാരഥന്മാരായിട്ടുള്ള, വലിയ മഹത്തുക്കളായിട്ടുള്ള, ഋഷി തുല്യരായിട്ടുള്ള ഒരുപാട് പേര് വന്നു. ഒരുപാട് പേര് നമ്മെ നയിച്ചു. നമുക്ക് ഏറ്റവും ഒടുവിൽ ആ പരമ്പരയിൽപ്പെട്ട, ഗുരു പരമ്പരയിൽപ്പെട്ട ഏറ്റവും ഒടുവിൽ ഇന്ന് നമുക്കുള്ളത് മാതാ അമൃതാനന്ദി അമ്മായി പോലുള്ള ആളുകളൊക്കെ, അമ്മയെ പോലുള്ള ആളുകളൊക്കെ ഉണ്ട്, ധാരാളമാണ്. മലയാളത്തിൻ്റെ മണ്ണിൽ നിന്നും ഒരു ഈ മണ്ണിൽ അങ്ങനെ ഒരു വലിയ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് CNN കാണുമ്പോൾ ആ CNN ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത ഒരു മലയാളി, ആ മലയാളി ഒരു ഗ്ലോബൽ സിറ്റിസനാണ്. നമ്മൾ പറയുമ്പോൾ മലയാളിയുടെ ഗ്ലോബൽ സിറ്റിസൺ തരൂരാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ശശി തരൂർ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അതിനു മുമ്പ് എനിക്കറിയാവുന്ന മറ്റൊരു ഗ്ലോബൽ മലയാളിയുണ്ട്. ആ മലയാളിക്ക് ഒരു ആത്മീയ മുഖമുണ്ട്, ഒരു ബിസിനസ്സുകാരൻ്റെ ഒരു പരിച്ഛേദമുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ളൊരു നല്ല ഹ്യൂമാനിറ്റേറിയൻ്റെ ബലമുണ്ട് എന്ന് പറയുമ്പോൾ ആ മലയാളി ആര് എന്ന് ഒരുപക്ഷെ മലയാളി പ്രേക്ഷകർ ഒരുപക്ഷെ അത്ഭുതത്തോടെ അല്ലെങ്കിൽ ആകാംക്ഷയോടെ ചോദിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ ലോകം അറിയുന്ന, ഇന്ന് വെസ്റ്റേൺ വേൾഡ് പ്രത്യേകിച്ച് അറിയുന്ന വലിയൊരു ആത്മീയ ആചാര്യൻ, അദ്ദേഹം ഒരു മനുഷ്യസ്നേഹി എന്ന് വിളിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അദ്ദേഹവുമായി ഞാൻ വളരെ കുറേ വർഷങ്ങളായി അടുത്ത ബന്ധമുണ്ട്, അടുപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വളരെ പ്രശസ്തനായിട്ടുള്ള ഡോക്ടർ പി കേശവൻ നമ്പൂതിരി, അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, അതൊരു ബിഷഗുരനാണ്, ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു വലിയ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ കുണ്ടൂർക്കുന്ന് എന്ന പാലക്കാട് ജില്ലയിലെ കുണ്ടൂർക്കുന്ന് എന്ന സ്ഥലം, ഈ സ്ഥലം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ചെർപ്പുളശ്ശേരിക്കും മണ്ണാർക്കാടിനും ഇടയിലുള്ള, മണ്ണാർക്കാടിന് വളരെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു വലിയ കുടുംബത്തിൽ ജനിച്ച് ഒട്ടനവധി സാമൂഹ്യ പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വലിയ മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ ജീവിച്ചിരുന്ന ഒരു തറവാട്ടിൽ ജനിച്ച കുണ്ടൂർക്കുന്ന് പി മോഹനൻ കേശവൻ എന്ന പ്രിയപ്പെട്ട മോഹൻജിയാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത്. മോഹൻജി ഫൗണ്ടേഷൻ എന്ന വലിയ ആത്മീയ പ്രസ്ഥാനത്തിലൂടെ ലോകത്തിന് മുഴുവൻ വെളിച്ചമേകുന്ന, ഏതാണ്ട് 90ഓളം രാജ്യങ്ങളിൽ ലോകവ്യാപകമായി പ്രവർത്തിക്കുന്ന വലിയൊരു ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്രകൾ, അദ്ദേഹം ആത്മീയ പാതയിലേക്ക് വന്ന ആ വഴികൾ, നാൾവഴികൾ, ലോകത്തോട് അദ്ദേഹത്തിന് പറയാനുള്ള പുതിയ സന്ദേശങ്ങൾ, ഇതൊക്കെ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയ്ക്ക് നിന്നുകൊണ്ട് അദ്ദേഹം നമ്മളോട് പറയുകയും അദ്ദേഹത്തെ നാം അടുത്തറിയുകയും ചെയ്യുക എന്ന ഈ ഉദ്യമത്തിലേക്ക് നാം കടക്കുകയാണ്. മോഹൻജിയെ എല്ലാ ആദരവും അർപ്പിച്ചുകൊണ്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്തേ മോഹൻജി. നമസ്തേ, താങ്ക് യു സോ മച്ച്. മോഹൻജി, ഏതാണ്ട് നമ്മൾ കണ്ടുമുട്ടിയിട്ട് 3.5 വർഷം കഴിഞ്ഞു അല്ലേ? അതെ. നമ്മളുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, റിലയൻസ് ധീരുഭായ് അംബാനി ഹോസ്പിറ്റലിന്റെ അബ്രോഡ് കാര്യങ്ങൾ മുഴുവൻ നോക്കുന്ന മോട്ടി എന്ന കമാൽ മുഹമ്മദ്, അവിടെ നിന്നാണ് ഞാൻ മോഹൻജിയെ കുറിച്ച് അറിയുന്നത്. എൻ്റെ ഒരു മൂന്നാറിലേക്കുള്ള യാത്ര തിരിച്ചു വരുന്ന വഴിക്ക് കമാലിനെ ഞാൻ 40 വർഷത്തിന് ശേഷം കണ്ടുമുട്ടുകയും, കമാല് എൻ്റെ അടുത്ത് ഇങ്ങനെ മോഹൻജിയെ അറിയുമോ, മോഹൻജി വരുന്നുണ്ട് തൃപ്പൂണിത്തുറയിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങേ തൊട്ടടുത്ത ആഴ്ചയിൽ വന്ന് കാണുകയാണ്. അന്ന് കണ്ടുമുട്ടിയതിനു ശേഷം നമ്മൾ പിന്നെ എന്താ പറയുക, ആശയപരമായും അല്ലാതെയും മനസ്സോട് നമ്മൾ പിരിഞ്ഞിട്ടേ ഇല്ല. ഒട്ടനവധി എൻ്റെ നേതൃത്വത്തിലുള്ള ഫോറൈൻ ക്ലബ് ഗ്ലോബൽ എന്ന 4 മണിക്കൂറിരുന്നവരുടെ ഒരു ഗ്ലോബൽ കൂട്ടായ്മയിൽ മോഹൻജിയുടെ സാന്നിധ്യം വലിയ തോതിൽ ഉണ്ടായിരുന്നു.
ഞങ്ങളെ ആ ഗ്രൂപ്പുമായി 10,000-16,000 പേരുമായി മോഹൻജി ഒരു ആത്മീയ ബന്ധം സ്ഥാപിച്ചു. ഞങ്ങളുടെ മെന്റർ കൂടിയായിട്ട് മോഹൻജി 700 എപ്പിസോഡ് ചെയ്തു. 700 എപ്പിസോഡ് എല്ലാ ദിവസവും സംസാരിച്ചുകൊണ്ട് മോഹൻജി വരികയും ചെയ്തു. ഇവിടെ നിന്നും ഈ കുണ്ടൂർക്കുന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന് തൊട്ട് പുറത്തുള്ള കുണ്ടൂർക്കുന്ന് മോഹൻജി ജനിച്ച ആ തറവാട്ടിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തൊട്ടപ്പുറത്തെ തറവാട് വീട് ഒരു ഇല്ലമാണ്. ഈ ഇല്ലത്ത് ആണ് അങ്ങ് ജനിച്ചത്. അങ്ങ് പഠിച്ച സ്കൂളിൽ ഇന്ന് അവിടെ 75ാമത്തെ വാർഷികമായിരുന്നു. മുത്തച്ഛന്റെ ഓർമ്മകളൊക്കെ ഇവർക്ക് കൊണ്ട് അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാനും ഇന്ന് അവിടെ പങ്കെടുത്തു. അങ്ങ് ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയാണ് ഇവിടെ വന്നത്. എന്തായാലും ഞാൻ അവിടെ പഠിച്ചിട്ടില്ല. അതെ, ഞാൻ അവിടെ 1-2 ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നത് മാത്രം. മോഹൻജി എപ്പോഴും എന്നെ വിളിക്കുമ്പോഴൊക്കെ പറയും, എനിക്ക് ഈ മറുനാടൻ ഷാജൻ എന്ന് പറഞ്ഞ ആളോട് എനിക്ക് വലിയൊരു ബഹുമാനമുണ്ട്. അദ്ദേഹം പറയുന്ന സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരാളെന്ന നിലയ്ക്ക് വലിയ ബഹുമാനമുണ്ടെന്ന് എപ്പോഴും പറയാറുണ്ട് അല്ലേ. ഞാൻ അത് ഓർത്തുകൊണ്ട് തന്നെ മോഹൻജിയുടെ ഒരു യാത്രകൾ, മോഹൻജി ഒരു കോർപ്പറേറ്റ് രംഗത്ത് നിന്നും സ്പിരിച്വൽ രംഗത്തേക്ക് വന്ന ഒരാളാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു ചേഞ്ച് ഇത്തരം ഇങ്ങനെ വരുന്ന ആളുകളുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് അല്ലേ. എങ്കിലും മോഹൻജിയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വരമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മോഹൻജിയുടെ ഒരു ആശയങ്ങളും ഈ ആശയത്തിലേക്ക് എങ്ങനെ വന്നു എന്നും, മോഹൻജി ആരാണ്, മലയാളിക്ക് അങ്ങനെ അറിയില്ല. മോഹൻജി ഒരുപാട് അറിയില്ല. വെസ്റ്റേൺ വേൾഡിൽ നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഞങ്ങളെപ്പോലെയുള്ള കുറേ ആളുകൾക്കൊക്കെ അറിയാമെങ്കിലും മലയാളിക്ക് അത്രയധികം മോഹൻജി അറിയില്ല. ഇനിയും മോഹൻജി അറിയാനിരിക്കുന്നതേ ഉള്ളൂ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ലോകം അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് പലപ്പോഴും അത് പറയാറുണ്ട്. അതെ, എങ്ങനെയായിരുന്നു മോഹൻജിയുടെ ഒരു ആത്മീയ പാതയിലേക്കുള്ളൊരു വരവ്? അതൊരു ഗ്രാജുവൽ പ്രോഗ്രഷനായിരുന്നു. അതായത് 1990 ഞാൻ ഗൾഫിലെത്തുന്നത്. ആദ്യം ഒമാനിൽ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ. പഠിച്ചത് പല സ്ഥലത്താണ്. പാലക്കാട് പഠിച്ചു, അത് കഴിഞ്ഞ് കണ്ണൂർ പഠിച്ചു, കോട്ടയത്ത് പഠിച്ചു. അച്ഛൻ ഓർത്തോപെഡിക് സർജൻ ആയതുകൊണ്ട് എല്ലാ 3-4 കൊല്ലത്തിൽ ട്രാൻസ്ഫർ ആവും. ഗവൺമെൻറ് സർവീസ്. കോളേജ് പഠിച്ചത് ആദ്യം ഞാൻ ഒരു പ്രീ ഡിഗ്രി പഠിച്ചത് 1 കൊല്ലം SM കോളേജ് തോട്ടട കണ്ണൂർ. അതെ, അത് കഴിഞ്ഞിട്ട് മലബാർ ക്രിസ്ത്യൻ കോളേജ് കാലിക്കറ്റ്. അതെ, അത് കഴിഞ്ഞ് ഫറൂഖ് കോളേജ്. അപ്പോൾ അങ്ങനെ മലബാറിലെ പ്രധാനപ്പെട്ട 3 കോളേജുകൾ. അതെ. അപ്പോൾ ഡിഗ്രി പഠിച്ചത് ഫറൂഖ് കോളേജാണ്. അത് കഴിഞ്ഞ് പിന്നെ MA പ്രൈവറ്റായി ചെയ്തു. MA ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ MPhil എടുക്കാൻ പോയി. പക്ഷേ MPhil എടുത്തില്ല ഞാൻ. എന്താ വെച്ചാൽ അവിടെ 3 കൊല്ലം കൂടെ പഠിക്കാനും അത് ചെയ്യാനുള്ളൊരു മാനസിക ഒരു അന്ന് തോന്നിയില്ല അത് ചെയ്യാൻ. വേസ്റ്റ് ഓഫ് ടൈം തോന്നി. ചിലപ്പോൾ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നുള്ള ഒരു ഫീലിംഗ് വന്നു എനിക്ക്. എന്തോ ഒരു വിളി ഉണ്ടായിരുന്നു. അതെ. അപ്പം ഞാൻ നേരെ പോയിട്ട്, അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ഓഫർ വന്നു ഒരു ലെക്ചറായിട്ട്. അന്ന് MA കഴിഞ്ഞിട്ടാണല്ലോ. അപ്പോൾ ലെക്ചറായിട്ട് ഓഫർ വന്നു. പക്ഷേ അതും എനിക്ക് ഒരു ഡൗട്ട് വന്നു. ഈ ലെക്ചർഷിപ്പ് ബോറടിക്കുമെന്ന്. അതായത് ഒരു റുട്ടീൻ മെക്കാനിക്കൽ ഒരു കൈൻഡ് ഓഫ് ഇത്. അപ്പോൾ ഞാൻ കൊച്ചിൻ അയർലൻഡിൽ പോയിട്ട് ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ ഇൻ്റർവ്യൂ വഴി ഒരു ജോലിക്ക് കയറി, സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട്. അത് ആക്ച്വലി ഒത്രയും ലുക്രേറ്റീവ് ഒന്നും ആയിരുന്നില്ല. പക്ഷെ അത് നല്ലൊരു ബേസ് തന്നു എനിക്ക്. ഞാൻ എൻ്റെ ഫസ്റ്റ് ജോബ് TJ ഷിപ്പിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലായിരുന്നു, ചോയ്സ് കോർപ്പറേഷൻ്റെ കൊച്ചിയിൽ. അത് അവർ നല്ലൊരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു എക്സ്പോഷർ വൈസ് അത് വലിയൊരു സഹായമായിരുന്നു. അപ്പോൾ 1989 ജൂലൈ 10 ആയിരുന്നു, ഇപ്പം ഐ റിമെമ്പർ. ജൂലൈ 10 ജോയിൻ ചെയ്തത്. 1990 ജൂലൈ 10 റിസൈനും ചെയ്തു. കാരണം ഒരു ഒറ്റ കൊല്ലം ഉണ്ടായുള്ളൂ. പക്ഷേ ആ ഒരൊറ്റ കൊല്ലം ഒരു 5-6 കൊല്ലത്തെ ഫലം ചെയ്തു. കാരണം നല്ലപോലെ ആ ജോബിൽ ഒരുപാട് നന്നായി പഠിച്ചു. അത് ഞാൻ രാവിലെ ഓഫീസിൽ പോകുമായിരുന്നു. ഓഫീസിൽ കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ ഷിപ്പ് പോർട്ടിലും പോകുമായിരുന്നു. കാരണം അങ്ങനെ അവിടുത്തെ ആക്ടിവിറ്റി നടക്കുന്നതനുസരിച്ച് ഞാൻ അതിൻ്റെ കൂടെ മൂവ് ചെയ്തു. അത് പല ആൾക്കാരും, എനിക്കിപ്പോൾ തോന്നാറുള്ളത്, പലരും ആ ഒരു 9 to 5 കഴിഞ്ഞ വീട്ടിൽ പോകും. പക്ഷേ എനിക്ക് അതിൻ്റെ ഇൻതൂസിയാസം, ആ ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ പോർട്ടിലും പോവും. അങ്ങനെ അവിടെ നിന്ന് പഠിച്ച്, അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു ഗൾഫ് കൺട്രീസ്, ഗൾഫിൽ നിന്ന്. ആ സമയത്ത് ഗൾഫ് ഏജൻസി കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ നിന്ന് ഒരു മാത്യു സാർ ഉണ്ടായിരുന്നു അയർലൻഡിൽ. ഒരു വലിയ വെറ്ററനാണ്, ഒരു എന്താ പറയുക, ഒരു തലതൊട്ടപ്പനാണ് ആ രംഗത്തെ. മാത്യു സാറാണ് ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പോൾ മാത്യു സാറിനോട് പറഞ്ഞു, നിനക്ക് ഇത്രയും വലിയ നോളജിൻ്റെ ഇത്രയും അറിവൊന്നും ആവശ്യമില്ല, സെയിൽസ് എക്സിക്യൂട്ടീവ് ജോബാണ്, ചിലപ്പോൾ നിനക്ക് കിട്ടില്ല, നിനക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ജോബ് കിട്ടി. അങ്ങനെ ഞാൻ ഗൾഫിൽ പോയി. അപ്പോൾ August 23 ഗൾഫിൽ എവിടെയായിരുന്നു? മസ്കറ്റിൽ, ഒമാനിൽ. August 23, 1990 ഫസ്റ്റ് ഡേ അറ്റ് വർക്ക് ഇൻ മസ്കറ്റ്. അത് അമേരിക്കൻ പ്രസന്റ് ലൈൻസിൽ, APL. ആൻഡ് ഇൻസിഡൻ്റ്ലി August 23, 2000 മോള് മരിക്കുന്നത്. അപ്പോൾ 1995 മോള് ജനിക്കുന്നത്. അപ്പോൾ എൻ്റെ മാരേജ് ഉണ്ടായത് 92.
അപ്പോൾ 1990 മുതൽ ഞാൻ മസ്കറ്റിലാണ്. പിന്നെ അവിടുന്ന് മാരേജ് ഒക്കെ അങ്ങനെ ആ സമയത്തൊക്കെ കഴിഞ്ഞ് 95 മോള് ജനിച്ചു. 2000 ഓഗസ്റ്റ് 23 അവൾ മരിച്ചുപോയി. 4 വയസ്സിലാണ്. 4 ഓൾമോസ്റ്റ് 95 നവംബർ 9 മകളുടെ മരണം എവിടെ വെച്ചായിരുന്നു? ഒറ്റപ്പാലത്ത് വെച്ച്. എൻ്റെ വൈഫ് ഒറ്റപ്പാലത്തിനായിരുന്നു. നാട്ടിലുള്ള സമയത്ത് അപ്പോൾ അവൾക്ക് അറിയില്ലായിരുന്നു ഈ 2 സൈഡിൽ നിന്ന് വണ്ടി വരുന്നത്. കാരണം ദുബായിലല്ലേ ജീവിച്ചത്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് വണ്ടികൾ പോയി കഴിഞ്ഞാൽ ക്രോസ് ചെയ്യാന്നുള്ളൊരു ഫീലിംഗ്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് വണ്ടി വരുന്ന അറിയില്ലായിരുന്നു. റോഡ് ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അത് വല്ലാത്തൊരു എംപ്റ്റിനെസ്സിലേക്ക് കൊണ്ടെത്തിച്ചു. എനിക്ക് തോന്നുന്നു മോഹൻജി പലപ്പോഴും നമ്മൾ ഇത് സംസാരിച്ചിട്ടുണ്ട്, അഗാധമായ ദുഃഖത്തിലേക്ക്. അല്ലാതെ അത് എന്താ വെച്ചാൽ ഒരു ലൈഫിനൊരു എയിമില്ലാത്ത പോലെയായി. അത് എൻ്റെ 30s ഉള്ളൂ അന്ന്. വയസ്സ് 30കളിലാണല്ലോ ഞാൻ. അപ്പോൾ ഒന്നും ഇല്ലാത്തൊരവസ്ഥ. കാരണം അവളായിട്ട് ഞാൻ വളരെ ക്ലോസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു എംപ്റ്റിനെസ് വല്ലാണ്ട് ഫീൽ ചെയ്തു. അമ്മു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഹിമാലയത്തിൽ പോകുന്നത് ആ സമയത്താണ്. അത് പോകാൻ കാരണം ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ആൾക്കാരൊക്കെ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നവരാണ്. അപ്പോൾ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്ന ആൾക്കാർ നമ്മളെ വലിച്ച് താഴെയിടുകയും ചെയ്യും, ദുഃഖം കൂട്ടുക ചെയ്യുന്നത്. അപ്പോൾ സിമ്പതി, സെൽഫ് പിറ്റി മുതലായ കാര്യങ്ങൾ നമ്മളെ പാരലൈസ് ചെയ്യും. അപ്പം ഞാൻ അത് കുറച്ചായി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിവിടെ ഇരുന്നാൽ ശരിയാവില്ല. നമ്മൾ ഈ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോഴേ ഈ ആളുകൾ കാണാൻ വരുമ്പോൾ ഈ ഒരു സിമ്പതി ആയിട്ട് വരും മരിച്ച വീടുകളിലൊക്കെ. ശരിക്കും പറഞ്ഞാൽ അവരുടെ ദുഃഖം ഇരട്ടിയാക്കുകയാണ് ചെയ്യണം അല്ലേ. അതൊരു സിസ്റ്റമാണ് ഇവിടുത്തെ. ഇതിപ്പോൾ വെസ്റ്റേൺ കൺട്രീസിനും അത്രയൊന്നും ഇല്ലാതെ അവർ വരും, കൈ പറഞ്ഞാൽ അവർ പോവും, നമ്മൾ നമ്മുടെ വഴിക്കും പോവും. ആ ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു കാര്യം ഓവർകം ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ് നമ്മളെ വെറുതെ വിട്ടാലെന്ന് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെയാണ് ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഇവിടെ ആൾക്കാർ വരുന്ന ഞാൻ ചിലരോട് പറയും ചെയ്തു, ഇതെൻ്റെ പേഴ്സണൽ സോറോ ആണ്, എനിക്കിത് എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം എങ്ങനെയാണ് അവൾ മരിച്ചതെന്ന്. അത് വല്ലാതെ ദുഃഖം കൂട്ടുകയാണ്, നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. വരുന്നവരും ഒക്കെ ഓരോ അപ്പം എങ്ങനെ സംഭവിച്ചു അപ്പം ഞാൻ അവസാനം ഇവിടുന്ന് പോയി. ഒരു പ്രയോഗമുണ്ട്, മരിച്ചവരെ വീണ്ടും കൊല്ലുന്നത് പോലെ. അതെ, കൊല്ലുന്ന പോലെ. അതെ. അപ്പോൾ അങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അവിടെ എനിക്ക് ആദ്യമായിട്ട് അവിടെ പോയപ്പോൾ ഉണ്ടായിരുന്ന ഫീലിംഗ്, ഞാൻ ഋഷികേശ് ആ ഭാഗത്ത് പോയപ്പോൾ ഉണ്ടായിരുന്ന ഫീലിംഗ്, നോബഡി കെയർസ് അബൌട്ട് യു. ആർക്കും നമ്മളാരാ അറിയണ്ട, എല്ലാവരും നമ്മളെ വെറുതെ വിടും. പിന്നെ ഞാൻ നഗ്നപാതനായിട്ട് നടന്നിരുന്നു അവിടെ. ഒന്നും പ്രൂവ് ചെയ്യാനോ ഒന്നും നേടാനോ ഒന്നും അന്വേഷിച്ചോ അല്ല. പക്ഷേ അങ്ങനെ വിടും, നമുക്കൊരു കുഴപ്പമില്ല. പിന്നെ അതേപോലെ ഞാൻ ചിലപ്പോൾ വെറും ധോത്തി മാത്രമേ കൊടുക്കുകയുള്ളൂ, മുണ്ട് മാത്രം. നോബഡി ലുക്ക്ഡ് അറ്റ് യു. അപ്പോൾ വല്ലാതെ ഫ്രീഡം ഫീൽ ചെയ്തു. ഒന്നുമില്ല. മാത്രമല്ല ആരും ചോദിക്കുന്നില്ല, നിങ്ങൾ ആരാ ചോദിക്കുന്നില്ല. അതുപോലെ എന്തിനിവിടെ വന്നു, എന്ത് ചെയ്യുന്നു, എത്ര പൈസയുണ്ട്, അല്ലെങ്കിൽ എന്താ ജോലി, ഒന്നുമില്ല. അപ്പോൾ അതെനിക്ക് വലിയൊരു ഫ്രീഡം അന്ന് എനിക്ക് അത് 2000 അത് നമ്മളെ തന്നെ ഏകനായിട്ട് നമ്മളെ വെറുതെ വിട്ടു. അതെ. അതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ സ്ഥിരമായി പോയി തുടങ്ങി. ഞാൻ എപ്പോഴും കേരളത്തിൽ വരാറില്ല. അന്ന് പാരൻസിനെ കാണാൻ പരിപാടിക്ക്, അല്ലെങ്കിൽ ഞാൻ എന്ത് ഹോളിഡേ കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ. അപ്പോൾ ഒമാനിൽ നിന്നുകൊണ്ടാണോ? ഒമാനിൽ നിന്നുകൊണ്ട്. അതെ. ജോലി റിസൈൻ ചെയ്തിട്ടില്ല? ഇല്ല. ഒമാനിലേക്ക് പോയത് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് പോയതാ. ആക്ച്വലി ഫസ്റ്റ് ജോബ് 1992-94 ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ദുബായിൽ വന്നു. പിന്നെ അത് കഴിഞ്ഞ് ദുബായിൽ ഡിഫറെൻറ്റ് കമ്പനീസിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് മസ്കറ്റിൽ പോയി, പിന്നെയും കാനു ഗ്രൂപ്പിൽ. അപ്പോൾ അത് മോളുടെ മരണത്തിന് ശേഷം. അപ്പോൾ ഈ 4 കൊല്ലം ഓൾമോസ്റ്റ് 2004 വരെ കാനു ഗ്രൂപ്പിലുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ സ്ഥിരമായിട്ട് ഹിമാലയത്തിൽ വന്നിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി അവിടെ നിന്ന് കിട്ടിയ. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ആർ ലെഫ്റ്റ് അലോൺ, ആരും നോക്കണില്ല നമ്മൾ ആരാന്ന്. പിന്നെ രണ്ടാമത്തത് എന്താണെന്ന് വെച്ചാൽ യു ആർ ഫ്രീ ടു ഡു വാട്ട് യു ലൈക്ക്. അപ്പോൾ അവിടെ പല ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിൽ ട്രാപ്പൊക്കെ ആവാൻ പറ്റും. കാരണം കഞ്ചാവ് അടിക്കുന്ന സ്വാമിമാരുണ്ട്, പലരും ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ട്രാപ്പ് ആവാതെ നമുക്ക് നമ്മളായിട്ട് തന്നെ നിൽക്കാനും പറ്റും. നോബഡി കെയർസ്, ആരും നോക്കണില്ല, ആരും പുഷ് ചെയ്യുന്നില്ല, ക്യാൻവാസ് ചെയ്യുന്നില്ല, ഒരു ഗുരു ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് പോയിട്ട് അങ്ങനെ ഒരു പ്രാക്ടീസ്. എനിക്ക് ഈ ബ്ലാങ്ക് സ്റ്റേറ്റിനെ കുറിച്ചിട്ട് ആൾക്കാർ പറഞ്ഞു. ബ്ലാങ്ക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചിന്തയില്ലാതെ ഒരുപാട് നേരം ഇരിക്കുന്ന ഒരു അവസ്ഥ, നിശ്ചലമായ അവസ്ഥ. അപ്പോൾ അതെന്താണെന്ന് അറിയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പെർസ്യൂട്ടിലാണ് കുറേ കാലം അങ്ങനെ പോയത്. ആ ഒരു സ്റ്റേറ്റിലേക്ക്, ആ സ്റ്റേറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. അത് സാധിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ വേൾഡ് ഓഫ് നോയ്സസ് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാവണം. ശബ്ദത്തിൻ്റെ ലോകം വളരെ ഷാലോ ആണ്, ടെമ്പററി ആണെന്ന് മനസ്സിലാവുന്നത് ഈ മറ്റേതിൻ്റെ ഒരു അനശ്വരത ഫീൽ ചെയ്തപ്പോഴാണ്, സൗന്ദര്യമൊക്കെ ആസ്വദിച്ചപ്പോഴാണ്. അതെ, ആ ഒരു നിശബ്ദത്തിൻ്റെ സൗന്ദര്യം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഓരോ ലെവലിലേക്കും ലേയേഴ്സിലും പോയി. അങ്ങനെ അപ്പോഴും ഞാനിത് പിന്നെ ഒരു പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു ആത്മീയ അനുഭവം, എൻ്റെ അനുഭവം. അതിന് ഞാൻ ജോലി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അന്ന് ഗൾഫിൽ തന്നെ വർക്ക് ചെയ്യണം. ഞാൻ
2012 വരെ ഗൾഫിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. മോഹൻജി ജോലി ചെയ്തിരുന്ന ആ കമ്പനിയിലെ ഷിപ്പിംഗ് കമ്പനിയിലെ മോഹൻജി അവിടെ നിന്ന് പോകുന്നതിന് ശേഷം മോഹൻജിയുടെ വെസ്റ്റേൺ വേൾഡിലേക്കുള്ള ഈ ആത്മീയ യാത്രയ്ക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരനുഭവത്തെക്കുറിച്ച് അന്ന് അവിടെ വരാറുണ്ടായിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പം അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻജി ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ആ കമ്പനി ഒരു അസൈൻമെൻറ്റ് ഒരു വേറൊരു കൺട്രി ആയിട്ടുള്ള ഒരു കോൺട്രാക്ട്, അതൊരു എനിക്കൊന്ന് രാജ്യമാണ്, ഖത്തറോ ഏതോ ഒരു രാജ്യമായിട്ടുള്ള ഒരു നമ്മൾ പല രാജ്യമായിട്ട് അവിടെ ഒരു കോൺട്രാക്റ്റാണ്. അപ്പോൾ ആ കോൺട്രാക്ട് വേണമെന്നും മോഹൻജി നിഷ്കർഷിച്ചു. ഈ കോൺട്രാക്ട് വേണം, ഈ കോൺട്രാക്ട് മോഹൻജിയുടെ തീരുമാനത്തിന്റെ പേരിൽ അവർക്ക് താല്പര്യമില്ലായിരുന്നിട്ടും എനിക്കൊന്ന് റോയൽ ഫാമിലിക്കായിട്ട് കണക്റ്റഡ് ആണ് തോന്നുന്നത്. അതെ, അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാധനം നടത്തിയാൽ അത് കുഴപ്പമുണ്ടാവുന്നു. പക്ഷെ മോഹൻജി അത് വേണമെന്ന് നിർബന്ധിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തു. ആ കോൺട്രാക്ട് നടപ്പാക്കി. ആ സമയത്ത് പിന്നെ ആ കമ്പനിയുടെ അവിടുത്തെ അവരുടെ ബിസിനസ്സൊക്കെ വളരെ മോശമായി. മോഹൻജി അവിടെ നിന്ന് പോന്നു. ഇതിന്റെ പേരിൽ മോഹൻജിയോട് അവർക്ക് താല്പര്യക്കുറവ് ഉണ്ടായിരുന്നു എന്നും. പക്ഷെ മോഹൻജി പോകുന്നതിന് ശേഷം അവർക്ക് അതിന് മുമ്പുണ്ടായിരുന്ന പല കോൺട്രാക്റ്റുകളും നഷ്ടപ്പെടുകയും ആ കമ്പനി ഒരു വലിയൊരു ബാങ്ക്രപ്റ്റ് സ്ഥിതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മോഹൻജി നിർബന്ധപൂർവം എടുത്ത ആ കോൺട്രാക്റ്റാണ് ആ കമ്പനിയെ വലിയ തോതിൽ രക്ഷിച്ചതെന്നും അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനിയിൽ ഇത് ബിസിനസ്സാണ്. ഞാൻ വന്നപ്പോൾ ഒരു കമ്പനിയുടെ മുകളിലാണ് ഈ ഓർഗനൈസേഷൻ ഡിപ്പെൻഡ് ആയിരിക്കുന്നത്. റോയൽ ഫാമിലിയുടെ കമ്പനിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ കമ്പനി ബാങ്ക്രപ്റ്റ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ബാങ്ക്രപ്റ്റ് ആവുകയാണ്, അത് ആ തോട്ട് വരാനും കാര്യമുണ്ട്. അവരുടെ എല്ലാ പോളിസീസും കോസ്റ്റ് ബേസ്ഡ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കോസ്റ്റ് 100 രൂപ വിചാരിക്കുക, അവർ 120 രൂപയ്ക്ക് വിൽക്കും. അപ്പോൾ അവർക്ക് കോസ്റ്റ് 80 ആക്കാൻ നോക്കില്ല. അതായത് പക്ഷെ മാർക്കറ്റ് ബേസ്ഡ് ആണ് മറ്റുള്ള കമ്പനികൾ. മാർക്കറ്റിന് അഫോർഡ് ചെയ്യുന്ന 80 രൂപയാണെങ്കിൽ അവർ 60 രൂപ അവരുടെ കോസ്റ്റ് ആക്കിയിട്ട് 80 രൂപയ്ക്ക് വിൽക്കും. അപ്പോൾ നമ്മുടെ വില വളരെ കൂടിയതാണ്. കാരണം നമ്മൾ കോസ്റ്റ് ബേസ്ഡ് ആണ്. 100 രൂപയുടെ കോസ്റ്റ് ആണെങ്കിൽ 120 വിൽക്കുകയാണ്. അപ്പോൾ ഈ പോളിസി നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഈ പോളിസി അധികകാലം പോവില്ല. കാരണം ഇവൻച്വലി ചൈനീസ് കമ്പനീസോ മറ്റുള്ള കമ്പനീസ് കോസ്റ്റ് കുറയ്ക്കും. കോസ്റ്റ് കുറച്ചിട്ട് മാർക്കറ്റ് റേറ്റ് താഴ്ത്തു പോകുന്ന സമയത്ത് നിങ്ങളുടെ കോസ്റ്റ് കുറയുന്നില്ല. അപ്പം ആരും നമ്മുടെ അടുത്ത് വരാതാവും. അങ്ങനെ വരികയാണെങ്കിൽ ബാങ്ക്രപ്സി വരുന്നു ഞാൻ അന്ന് പറഞ്ഞു. അപ്പോൾ അത് മാനേജിംഗ് ഡയറക്ടർ അത് ആക്സെപ്റ്റ് ചെയ്തു. പക്ഷെ അവർക്ക് അതിൻ്റെ ഉൾക്കൊണ്ടു. പക്ഷെ അവർക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ പോന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരത് ഫയൽ ചെയ്തു, ബാങ്ക്രപ്സി ഫയൽ ചെയ്തു, ചാപ്റ്റർ 11 ഫയൽ ചെയ്തു. അപ്പോൾ അത് ഞാൻ ഞാൻ മുൻകൂട്ടി കണ്ടിട്ട് ഞാൻ ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസിൻ്റെ കൊളാബറേഷൻ കൊണ്ടുവന്നു. ഒരു കമ്പനി 3 കമ്പനിയാക്കി സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർ 3 കമ്പനിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എന്നിട്ട് അതിലേക്ക് വിവിധമായിട്ടുള്ള ഏജൻസീസും കൊണ്ടുവന്നു. അപ്പോൾ എന്താ, ഈ കമ്പനി പോയപ്പോഴും ആർക്കും ഒന്നും പറ്റിയില്ല. അതുണ്ടായത് അന്ന് വലിയ, എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഗൾഫ് വാറൊക്കെ നടക്കുന്ന ഗൾഫ് വാർ കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ സമയത്ത് 2008-9 പക്ഷെ ആ സമയത്ത് വലിയ പ്രൊട്ടക്ഷൻ ഒക്കെ ഉള്ള ഡിമാൻഡ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. റിസഷന്റെ ഒക്കെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അതെ, ആയുധങ്ങളൊക്കെ ആയിട്ട് ആയുധധാരികളുടെ പിന്നെ അകമ്പടിയോടെ ആയിരുന്നു അന്ന്. അത് 2004 ആദ്യത്തെ. അത് ഞാൻ അന്ന് കാനൂലാണ്, പക്ഷെ ഇറാഖിലാണ് ഞാൻ ഹാൻഡിൽ ചെയ്തത്. ഇറാഖ് വാർ സമയത്ത് അന്ന് സദാം ഹുസൈനെ പിടിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അന്ന് എനിക്ക് ഇറാഖിൽ പോകേണ്ടി വന്നു. കാരണം അവിടെ ഓയിൽ ടാങ്കേഴ്സും ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ബ്രിട്ടീഷ് പെട്രോളിയം, ഷെല്ല് മുതലായ കമ്പനികളിലൊക്കെ. അപ്പോൾ വലിയ ഷിപ്സാണ്, 3 മില്യൺ ബാരൽ ലോഡ് ചെയ്യുന്ന ഷിപ്സ് ഒക്കെയാണ്. അപ്പോൾ അത് ആ സമയത്ത് അവർ ഈ പൈപ്പ് ലൈൻ ബ്ലോ അപ്പ് ചെയ്യുക, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ 7 ബോഡി ഗാർഡ്സ് ഉണ്ടായിരുന്നു കമ്പനി നന്നായിട്ട്. ആ സമയത്ത് വളരെ ഡേഞ്ചറസ് ആയിരുന്നു. എന്നിട്ട് ഈ 7 പേരുണ്ടായിട്ട് തന്നെ എൻ്റെ 2 ബോഡി ഗാർഡ്സിനെ അവർ കിഡ്നാപ്പ് ചെയ്തു. അതേപോലെ എൻ്റെ ഒരു 4 വീൽ ഡ്രൈവ് ബ്ലോ അപ്പ് ചെയ്തു. രക്ഷപ്പെട്ടു, മരിക്കാതെ എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇത്തരം ഒരു ബിസിനസിന്റെ ലോകത്തുനിന്ന്, കോർപ്പറേറ്റ് ലോകത്തുനിന്ന് അങ്ങ് ശരിക്കും എടുത്തെറിയപ്പെടുകയായിരുന്നു ഈ ഒരു പുതിയൊരു ലോകത്തേക്ക്. അതിനൊരു കാരണമായിട്ട് ഈ അഗാധമായ ഒരു ദുഃഖത്തിലേക്ക് മകളുടെ ഒരു വിയോഗം, അതൊരു മകളുടെ വിയോഗം കഴിഞ്ഞിട്ടാണ് അതൊക്കെ സംഭവിച്ചത്. പക്ഷേ ഒരു സമയത്ത് തോന്നാൻ തുടങ്ങി, ഈ ചെയ്യുന്ന വർക്ക് വളരെ ബിസിയാണ്, വർക്കിൽ ബിസിയാണ്, ആക്ടിവിറ്റി ഉണ്ട്, പ്രോബബ്ലി പൈസയും കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ബിയോണ്ട് എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാണ്. അതായത് ഒരു ശാശ്വതമായിട്ടൊരു സന്തോഷം കാണാൻ പറ്റണില്ല. നമുക്ക് മെറ്റീരിയൽ ബെനിഫിറ്റ്സ് കൊണ്ട് കിട്ടാവുന്ന സന്തോഷങ്ങളൊക്കെ ഉണ്ട്, മെറ്റീരിയൽ സപ്പോർട്ട് കൊണ്ട്. പക്ഷേ അതല്ലല്ലോ ജീവിതം. അപ്പം അങ്ങനെ വരുന്ന സമയത്താണ് ഈ ആത്മീയ അനുഭൂതി കിട്ടിയത്. അതായത് ഒരു തോട്ടില്ലാത്ത സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റും, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്ന് മനസ്സിലായത്, അത് ടേസ്റ്റ് ചെയ്തത് ആ സമയത്താണ്. പക്ഷെ അത് പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റില്ല. കാരണം അത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. ഇപ്പം തെരയില്ലാത്തൊരവസ്ഥ കടലിനുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ, അല്ലേ? അതേപോലെയാണ് ഈ ഒരു സിറ്റുവേഷൻ.
അപ്പം ഇത് ഒരു അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം നമുക്ക് എത്ര വേർഡ്സ് യൂസ് ചെയ്താലും അറിയാൻ പറ്റും, പറഞ്ഞാൽ അറിയില്ല. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ ലാസ്റ്റ് ജോബിൽ, ഇപ്പോൾ ഈ പറഞ്ഞ ജോബിൽ തന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ഞാൻ എല്ലാ ദിവസവും 2:30 എനിക്കുമായിരുന്നു. അതൊന്നും പുറത്തെ ലോകത്തിന് അറിയില്ല. 2:30 ഞാൻ എനിക്കും. അത് ഞാൻ ഫസ്റ്റ് 2001 മുതൽ ചെയ്യുന്നതാണ്. 2:30 അന്ന് അവർ പറഞ്ഞിരുന്നു പ്രത്യേക രീതിയിലാണ് മോഹൻജി ബിഹേവ് ചെയ്യുന്നത്, നടക്കുന്നത്. നേരത്തെ 2:30 മണിക്ക് ഉണരും, കെയർലെസ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നത് കാണാം. ഒരു കോർപ്പറേറ്റ് മേധാവിയുടെ പോലെ ആയിരുന്നില്ല എന്നൊക്കെയാണ്. പക്ഷേ ഞാൻ ജോബിന്റെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നു, ക്ലിയർ ആയിരുന്നു. അത് അല്ല, എൻ്റെ പേഴ്സണൽ ലൈഫ് ഞാൻ പേഴ്സണൽ ലൈഫാക്കി വെച്ചു. അത് വേറെ ആർക്കും വിറ്റിട്ടില്ല. പിന്നെ 2:30 2:30 എനിക്ക് അപ്പം തന്നെ കുളിക്കും. ഞാൻ കുളിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഉറക്കത്തിൻ്റെ ഇത് മാറും, ഉറക്കച്ചടവ് പോകും, മാറും. കാരണം അല്ലെങ്കിൽ ഉറങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പിന്നെ ഒരു 3 ബെഡ്റൂം വില്ലയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഒരു റൂം ഞാൻ ഒരു കേവ് പോലെയാക്കി, ഒരു ഗുഹ പോലെ, കംപ്ലീറ്റ് ഡാർക്കൻ ചെയ്ത് ഒരു ഗുഹ പോലെയാക്കി. ഒരു വിളക്ക് മാത്രമേ ഉള്ളൂ, ഒരു പിക്ചറിൽ ഒന്നുമില്ല, ഒരു വിളക്കിൻ്റെ നാളം മാത്രം, അത് മാത്രമേ ഞാൻ കണക്ട് ചെയ്തിരുന്നുള്ളൂ. പിന്നെ എൻ്റെ ആകെയുള്ള ഫോക്കസ് എൻ്റെ സ്പൈനിലായിരുന്നു. കണ്ണ് അവിടെ ഫോക്കസ് ചെയ്തിട്ട് എൻ്റെ നട്ടെല്ലിനെ കുറിച്ച് അവെയർ ആവും. നമ്മൾ നട്ടെല്ലിനെ കുറിച്ച് ചിന്തിക്കില്ല, പുറം വേദന വന്നാൽ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അത്രയേ ഉള്ളൂ. അതെ. പക്ഷേ നമ്മൾ ജസ്റ്റ് ഇമാജിൻ, നമ്മൾ നട്ടെല്ലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ഫ്രണ്ട് ഓറിയൻറ്റഡ്നെസ് മാറും. കണ്ണും മൂക്കും എല്ലാം ഫ്രണ്ടിലേക്കാണ്. നട്ടെല്ലിനെ കുറിച്ച് ആലോചിച്ച് കണ്ണടച്ച് നോക്കി കഴിഞ്ഞാലോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അവയർനെസ് ഇവിടെയാണ്. അത് വെറുതെ പ്രാക്ടീസ്, മെഡിറ്റേറ്റ്. എനിക്ക് തോന്നുന്നു മോഹൻജി സ്വയം ഡെവലപ്പ് ചെയ്തിട്ടുള്ള പദ്ധതി കൂടിയാണ്. ആണ് എനിക്ക് തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ ഇരിക്കും. അത് പിന്നെ ഞാൻ രാവിലെ ഒരു 7 മണി വരെയൊക്കെ ഇരിക്കും, 8 മണി 8. നമ്മൾ ഈ ഇതിനെക്കുറിച്ച്, നമ്മുടെ നട്ടിലിനെ കുറിച്ച് അവയർനെസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഇവിടെ അത് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, ഇവിടെയാണ് അല്ല, ഏതെങ്കിലും നട്ടെല്ല് എന്നുള്ളൊരു അവസ്ഥയിൽ. അതിപ്പോൾ നട്ടെല്ല് കഴുത്തിൻ്റെ താഴെ മുതലുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നട്ടെല്ലിനെ കുറിച്ചിട്ട് അവെയർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കിവിടെ അറിയാൻ പറ്റും. അതെ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലിരിക്കും. അങ്ങനെ ഇരുന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് സൗണ്ടുകളൊക്കെ ദൂരത്തായി തോന്നി. കുറെ കഴിയുമ്പോൾ നമുക്ക് ശബ്ദങ്ങൾ നമ്മളെ ബോധർ ചെയ്യാണ്ടായി. നിശബ്ദത അനുഭവിക്കാൻ തുടങ്ങി. അതെ, അല്ല, അത് നിശബ്ദത അനുഭവിക്കാൻ തുടങ്ങിയതും തോട്ട്സ് ഇല്ലാത്തപ്പോഴാണ്, ചിന്തകളില്ലാണ്ട് വരുമ്പോഴാണ്. പക്ഷേ ഈ ഔട്ട്സൈഡ് സൗണ്ട്സ് നമ്മളെ ബോധർ ചെയ്യുന്നില്ല. മുമ്പെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുമ്പോൾ പൂച്ച കരയുന്നതും മറ്റേതൊക്കെ നമുക്ക് കേൾക്കാം. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ പൂച്ചയൊക്കെ കരയുണ്ട്, പക്ഷെ അത് വേറെ ഏതോ ലോകത്ത് പോലെയാണ്, കുറേ ദൂരെയാണ്, ഒന്നും ബാധിക്കുന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഉള്ളിലെ ചിന്തകളും ഇല്ല, തോട്ട്സും ഇല്ല. അപ്പോൾ ആ ഒരു ലെവലിൽ അങ്ങനെയാണ് ഇത് ഇവോൾവ് ചെയ്ത് വന്നത്. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഈ മോഹൻജി എന്നുള്ളൊരു ഫാക്ടറിനോടെ വിലയില്ലാണ്ടേ. മോഹൻ എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ സ്വത്വം നമ്മളെ പരിപോഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ റോബിൻ എന്നുള്ള ഒരു വ്യക്തിനെ ആൾക്കാർ അറിയുന്നത് റോബിൻ്റെ പേരും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ചേർത്തല്ലേ, എല്ലാം കൂടെ ആകത്തുകയാണ്. അതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി. അതാണ് പറഞ്ഞത്, ഞാൻ ഒരു നിസ്സംഗഭാവത്തിലായിരുന്നു ഓഫീസിൽ നിന്ന്. അത് നിസ്സംഗഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും വാല്യൂ ഇല്ല. ഇപ്പോൾ ചെയ്യുന്ന വർക്കിന് വാല്യൂ ഉണ്ട്, ഔട്ട്പുട്ടിന് വാല്യൂ ഉണ്ട്, പക്ഷേ ഈ ഉള്ളിലുള്ള ഒരു അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഞാൻ എന്നുള്ളൊരു വ്യക്തിയോട് വാല്യൂ ഇല്ലാണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു ഹൈ ലെവൽ ഓഫ് ഡിറ്റാച്ച്മെൻറ്റ് വന്നു. അത് തന്നെത്താൻ വന്നാണ്. ആ സമയത്താണ് ഈ കണ്ട ജനങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. ആൾക്കാർ വന്ന് നിങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ വലിയ മനസ്സിന് ശാന്തി വരുന്നുണ്ട്, ജസ്റ്റ് ഒരു അരമണിക്കൂർ ഇവിടെ വന്ന് ഇരിക്കട്ടെ എന്നൊക്കെ ചോദിച്ച് ഫോൺ ചെയ്യും. അങ്ങനെയാണ് ആൾക്കാർ. അത് പിന്നെ ഞാൻ എഴുതിയിരുന്നു. ആ സമയത്ത് എഴുതിയിരുന്ന മുഴുവൻ ക്രുവൽറ്റി, വയലൻസിന് അഗൻസ്റ്റ് ആയിട്ടാണ്. നമ്മൾ ഈ വയലൻസ് പുറത്ത് നമ്മൾ എന്തെങ്കിലും ശബ്ദത്തിലോ പ്രവൃത്തിയിലോ വാക്കിലോ ഈ ഒരു ഹിംസാത്മകത വന്നാൽ അത് പുറത്തെ ലോകത്തിനെ നമ്മുടെ ഉള്ളിൽ അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ റോബിൻജി ആയിട്ട് ഒരു വഴക്കുണ്ടായിട്ട് ഞാൻ ചീത്ത വിളിക്കുന്നു. ചിലപ്പോൾ നിങ്ങളത് മറന്നേ പോകും. നിങ്ങൾ ചിലപ്പോൾ മോഹൻജി എന്തൊക്കെ പോട്ടെ സാറിലൊന്നും വിടും, പക്ഷെ എൻ്റെ മനസ്സത് പോവില്ല. നമ്മളത് ബാക്കിയാവും, നമ്മൾക്കത് ക്യാരി ഫോർവേഡ്. ചിലപ്പോൾ അത് ഗിൽറ്റാവും, റിഗ്രറ്റ് ആവും. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് എഴുതിയിരുന്നു ആ സമയത്ത്. അതായത് ഒരു വയലൻസും നമ്മുടെ ഭാഗത്തുനിന്ന് പാടില്ല. വയലൻസിലേക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ മാറിക്കളയണം. അതായത് പാസീവായിട്ട് ആൾക്കാരെ അടിക്കാൻ വരുമ്പോൾ ഓടണം എന്നല്ല, നമ്മൾ സെൽഫ് പ്രൊട്ടക്ഷൻ ആവാം. പക്ഷേ നമ്മളായിട്ട് പോയിട്ട് ഒരാളെ അറ്റാക്ക് ചെയ്യരുത്. നമ്മൾ മോശം വാക്കുകൾ വഴിയോ ചിന്ത വഴിയോ പ്രവൃത്തി വഴിയോ ഒന്നും പാടില്ല മോശമായിട്ട് എന്നുള്ള. അതിന് ഒരുപാട് ഫോളോവേഴ്സ് വന്നു, മുഴുവൻ യങ്സ്റ്റേഴ്സ്. അത് നമുക്ക് തന്നെയാണ് അതിൻ്റെ അത് ആൾക്കാർ പറഞ്ഞു തുടങ്ങി. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇപ്പോൾ തീരെ ടെൻഷൻ ഇല്ല എന്നൊക്കെ ആൾക്കാർ എഴുതി തുടങ്ങി. അന്ന് പക്ഷേ ഞാൻ ഒരിക്കലും ഒരു ടീച്ചറായിട്ടോ അല്ലെങ്കിൽ ഒരു ഗൈഡായിട്ടൊന്നും എൻ്റെ പ്ലാനേ ഇല്ല. അപ്പോൾ പക്ഷേ ആൾക്കാർ വന്നു തുടങ്ങി, കുറേ ആൾക്കാർ വന്നു തുടങ്ങി. പിന്നെ അത് ഇവോൾവ് ചെയ്തു. പിന്നീട് അത് ഇവോൾവ് ചെയ്ത് നമ്മൾ ചാരിറ്റി കുറേ ആക്ടിവിറ്റി തുടങ്ങി. 2003 മുതൽ ചാരിറ്റി ആക്ടിവിറ്റി ഉണ്ട്, 20 കൊല്ലം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇപ്പോൾ 28 രാജ്യത്തിൻ്റെ ആക്ട് ഫൗണ്ടേഷൻ,
അമ്മുവിന്റെ പേരിലാണ് അമ്മു കെയർ. അതെ, അത് അതിനൊരു കാര്യമുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ഹിമാലയത്തിൽ പോകുമ്പോൾ ഞാൻ സംസാരിച്ചിരുന്നൊക്കെ വയസ്സായിട്ടുള്ള സന്യാസിമാരാണ് കാണുമ്പോൾ ഒക്കെ. ആരും എനിക്ക് ഗുരുവായിട്ടുണ്ടായിട്ടില്ല. പക്ഷെ അവർ എല്ലാവരും സംസാരിക്കുമ്പോൾ അവർ വളരെ ആവശ്യത്തിനേ പറയുള്ളൂ. ഇപ്പോൾ ഒരു വാക്ക് ഒരു സെൻറ്റൻസ് കൂടുതലൊന്നും പറയില്ല. അങ്ങനെ ഒരു സന്യാസി എന്നോട് പറഞ്ഞു, നോക്ക് നീ ഈ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ഭൂമിയുടെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഒരു പ്രത്യേക വാക്ക് ഉപയോഗിച്ചു. ഭൂമിയുടെ എന്നാ പറഞ്ഞത്. ഭൂമിയുടെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ബച്ചോ കെ ലിയെ കുച്ച് കർണ, ധർത്തിക്ക് ബച്ചോ, ഭൂമിയുടെ. അപ്പോൾ ഞാൻ അത് ആലോചിച്ചു. അപ്പോൾ ഞാൻ ആദ്യത്തെ മനസ്സ് പോയത് കുട്ടികളെന്നാണ്, മനുഷ്യൻ്റെ കുട്ടികൾ. പിന്നെയാണ് ഭൂമിയുടെ കുട്ടികളാവുമ്പോഴേക്കും അത് എല്ലാ ജീവികളുമായി. അതെ, എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ മൃഗങ്ങളോടുള്ള അനുകമ്പാപൂർവം പെരുമാറുക, അല്ല അവരെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ആശയത്തിലേക്ക് ആ ലെവലിലേക്ക് വന്നത് കഴിഞ്ഞത്. അപ്പോൾ അത് പക്ഷെ അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും ഒരു ഓർഗനൈസേഷൻ തുടങ്ങാനുള്ള ഒരു മാനസികാവസ്ഥയില്ല. അപ്പം ഞാൻ വിചാരിച്ചു വേറെ ഓർഗനൈസേഷൻസ് കൂടെ ചേർന്ന് വർക്ക് ചെയ്യാം, നമുക്ക് പറ്റുന്ന ഓർഗനൈസേഷൻസ് ഉണ്ടാവുമല്ലോ. പക്ഷേ ഞാൻ 2-3 ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻ്റെ കൂടെ വർക്ക് ചെയ്തു ഒരു 1-2 കൊല്ലം. പക്ഷേ ഇവർക്കൊക്കെ വലിയ ഓവർ ഹെഡ്സ് ഉണ്ട് പലരും. അതായത് ഇപ്പോൾ ഒരു 1,00,000 രൂപ കിട്ടുകയാണെങ്കിൽ അതിലൊരു 20,000 രൂപയ്ക്ക് 30,000 രൂപ അവരുടെ ചെലവിന് പോകും. ബാക്കിയുള്ള 70,000 അല്ലെങ്കിൽ 40,000 60,000 ഒരു ആക്ടിവിറ്റിക്ക് പോകും, ചാരിറ്റിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. ഞാൻ പറഞ്ഞു ഇപ്പം നമുക്ക് മോൻജിപ്പം പറഞ്ഞപ്പോൾ ഈ ചാരിറ്റി പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പം കേരളത്തിൽ പിന്നെ മജീഷ്യൻ മുതുകാടിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വലിയ ആരോപണങ്ങളൊക്കെ ആയിട്ട് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അത് പക്ഷേ ഈ മുതുകാടൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ സീസൺഡ് ആൾക്കാരാണ്. അവർക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള ബേസ് ഉണ്ട്. മാത്രമല്ല അവർ ചെയ്യുന്ന കാര്യങ്ങൾ മോശമായി ചെയ്യുന്ന എനിക്ക് തോന്നണില്ല. അതെ, കാരണം എന്താ വെച്ചാൽ ഇവർക്കൊക്കെ റെപ്യൂട്ടേഷനുള്ള ആൾക്കാരാണ്. അതെ. അപ്പോൾ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അവരെന്തെങ്കിലും ഒരു ചെറിയ പൈസയ്ക്ക് ലാഭത്തിനൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. കാരണം എനിക്കറിയില്ല ഇതിനെക്കുറിച്ച്, പക്ഷേ ഞാൻ പറയുകയാണ്. കാരണം അവരൊക്കെ നല്ല റെപ്യൂട്ടേഷനുള്ള ആൾക്കാരാണ്, ഇരുത്തമുള്ള മെച്യൂറുള്ള ആൾക്കാരാണ്. അതെ. അപ്പോൾ അവരൊന്നും ഇപ്പോൾ ബിൽ ഗേറ്റ്സ് ഒക്കെ എന്തെങ്കിലും മോശം ചെയ്യേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ അവർക്ക് അവരുടേതായിട്ടുള്ള മെച്യൂരിറ്റി ഉണ്ടാവണം, അവരുടേതായിട്ടുള്ള ഇരുത്തമൊക്കെ വന്നിട്ടുള്ളവരാണ്. അപ്പോൾ ഞാൻ ഇത് തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ച് കമ്പൾസറി പേയ്മെൻ്റ് ഒന്നും പാടില്ല. അതായത് ചോദിച്ചു മേടിക്കരുത് ആരുടെ അടുത്തുനിന്നും. രണ്ടാമത് നമുക്ക് ഒരു കാരണവശാലും ഒരു മെമ്പർഷിപ്പ് വേണ്ട. അപ്പോൾ ബൈൻഡിങ് ആവുമല്ലോ. ഇപ്പം ഞാൻ റോബിനോട് പറയുകയാണ് എനിക്ക് നിങ്ങൾ 100 രൂപ എല്ലാ മാസവും തരണം പറയുമ്പോൾ ആ ഒരു ബൈൻഡിങ് വന്നു. അപ്പോൾ ഞാൻ ബൈൻഡിങ് ഇല്ലാണ്ട് ഓപ്പൺ ആക്കി ഒരു പ്ലാറ്റ്ഫോം ആക്കി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ആക്ടിവിറ്റി പ്രൊജക്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ തുടങ്ങിയത് ബ്ലാങ്കറ്റ് ഡിസ്ട്രിബ്യൂഷനായിരുന്നു ഡൽഹിയിൽ. അതെപ്പോഴാണ് അത് നമ്മുടെ ഈ വിൻ്റർ സമയത്ത് അത് ബ്ലാങ്കറ്റ് കൊണ്ട് കൈ കൊടുക്കില്ല, രാത്രി ബൈക്കിൽ പോകും. എന്നിട്ട് ഈ ഉറങ്ങുന്ന റോഡ് സൈഡിൽ ഉറങ്ങുന്ന കണ്ടമാന ആൾക്കാരെ കാണാമല്ലോ, ബ്ലാങ്കറ്റ് ഇല്ലാണ്ട് ഉറങ്ങുന്നവരെ പോയി പുതപ്പിക്കും. എന്നിട്ട് ഇങ്ങനെ വരും, അവരറിയില്ല. നേരം വെളുക്കുമ്പോൾ ഒരു പുതപ്പുണ്ടാവും. ചിലപ്പോൾ ഭക്ഷണം എടുത്ത് വെക്കും, ഒരു ചെറിയ പാത്രമല്ല മറ്റേ ഒരു ബൗളിൽ ഭക്ഷണം വെച്ചിട്ടുണ്ടാവും. അങ്ങനെ പോരും. അങ്ങനെ ഒരു തുടങ്ങിയത്. അത് ഒരുപാട് പേര് കോൺട്രിബ്യൂട്ട് തുടങ്ങി. ആൾക്കാർ നമ്മൾ കോൺട്രിബ്യൂഷനും ഉണ്ട്, അല്ലെങ്കിൽ അവർ പാർട്ടിസിപ്പേഷനും ഉണ്ട്. അപ്പോൾ ഒരു ബൈക്ക് 2 10 അങ്ങനെ യങ്സ്റ്റേഴ്സൊക്കെ തുടങ്ങി. അങ്ങനെ അത് ഗ്രോ ചെയ്തു. വളണ്ടിയേഴ്സ് തന്നെ. അപ്പോൾ ഈ 100% ഈ പൈസ പോകുന്ന വഴികൾ അറിയാം, അതിന് പ്രൂഫുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു ഒരു ഇൻകം ടാക്സ് കമ്മീഷണറെ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോഹൻജി ഈ പബ്ലിക് ഫണ്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, 4 കാര്യങ്ങൾ നിർബന്ധമായിട്ടും വേണം. ഒന്ന്, എന്ത് പൈസ കിട്ടുകയാണെങ്കിലും റെസീറ്റ് കൊടുക്കണം. അപ്പോൾ ആ പൈസ കിട്ടി, ആ റെസീറ്റ് ഉണ്ട്, അത് ഒന്നാണല്ലോ. 100 രൂപ കിട്ടി, 100 രൂപയുടെ റെസീറ്റ്. ഈ 100 രൂപ ബാങ്കിലിടണം. അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട് 100 രൂപയുടെ സപ്പോർട്ടിംഗ് ആയിട്ട്. അപ്പോൾ റെസീറ്റ് ഉണ്ട്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടും കറക്റ്റായി. പിന്നെ എക്സ്പെൻസ് വരുമല്ലോ, ആ എക്സ്പെൻസിന് ഒരു ഇൻവോയ്സ് വേണം. ആ ഇൻവോയ്സും വന്നു കഴിഞ്ഞാൽ ഇൻകം, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എക്സ്പെൻസ് ഇൻവോയ്സ് ഫുൾ ട്രാക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് 4-മത്തത് ഈ ആക്ടിവിറ്റിക്ക് ഒരു പിക്ചറും വേണം, ഒരു ഫോട്ടോ, അത് പ്രൂഫുമായി. ഇത് 4 ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കണ്ട. അപ്പം ഞാൻ ആക്ട് ഫൗണ്ടേഷൻ ഗ്ലോബലി ഈ പോളിസിയിലാണ് പോണേ. എല്ലാം അതാണ്. ഇപ്പോൾ 28 രാജ്യത്തുണ്ടല്ലോ, എല്ലായിടത്തും ഇതാണ് പോളിസി. സിമ്പിൾ പോളിസിയാണ്. എല്ലാത്തിനും റെസീറ്റ് ഉണ്ട്, എല്ലാത്തിനും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, അങ്ങനത്തെ. അത് ഓഡിറ്റഡും ആണ്, ട്രാൻസ്പെറൻ്റ് ആണ്. അത് നമ്മൾ ഇതിപ്പോൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പല ആൾക്കാരും പബ്ലിക് ഫണ്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ കെയർലെസ് ആയിരിക്കും. പൈസ വരുന്നുണ്ടോ, ഒക്കെ ഞാൻ ചെയ്തേക്കാം, അപ്പോൾ എന്നെ വിശ്വാസം ഇല്ല എന്നൊക്കെ ചോദിക്കും. ഇത് വിശ്വാസമൊന്നുമല്ല.
ഇതൊരു എത്തിക്സാണ്. നമുക്ക് നമ്മൾ നല്ല മനുഷ്യനാണെന്ന് കൂട്ട് അങ്ങനെ തന്നെ വിചാരിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് എത്തിക്സ് വേണം, അതിന് ഓർഡർ വേണം. ഈ ഓർഡർ എത്തിക്സ് എന്തിനാണ്? സൊസൈറ്റിക്ക് കാണാൻ വേണ്ടിയില്ല. എല്ലാ സൊസൈറ്റിക്കും നമ്മളെ അറിയില്ല. മാത്രമല്ല നമ്മൾ അറിയുന്ന പ്രതീക്ഷിക്കുന്നതും ശരിയല്ല. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ട്രാൻസ്പെറൻ്റ് ആയി അതിൽ നമ്മൾ ആരും ആവട്ടെ. ഇപ്പം മോഹൻജി എന്നുള്ള ഫാക്ടറി അവിടെ ഇല്ല എങ്കിലും ഇത് കാണാമല്ലോ, ആക്ടിവിറ്റി കാണാം. ആ ആക്ടിവിറ്റിക്ക് ഓതൻറ്റിസിറ്റി ഉണ്ട്, അതിനുള്ള കറക്റ്റ് പിന്നെ പ്രസൻറ്റേഷനും ഉണ്ട്, ഇത് റെക്കോർഡും ഉണ്ട്, ഡോക്യുമെൻറ്റേഷനും ഉണ്ട്. അപ്പോൾ ഇതാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് അമ്മു കെയറിൻ്റെ തുടക്കം. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തുക അത്ര എളുപ്പമായിരുന്നില്ലല്ലോ ആദ്യം. വളരെ വിഷമമായിരുന്നു, കാരണം ആരും ഇല്ലായിരുന്നു സപ്പോർട്ട് ചെയ്യാൻ. കാരണം പല ആൾക്കാരോട് എന്നോട് ചോദിച്ചു, 2 ചോദ്യമാണ് ചോദിച്ചത്. ഒന്ന്, നിൻ്റെ അടുത്ത് കണ്ടമാനം പൈസ ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല, പൈസ ഞാൻ ജോലി എടുക്കുന്ന ആളാണ്, എനിക്ക് ശമ്പളം ഉള്ളൂ. പിന്നെ ശമ്പളം, പിന്നെ ഈ കമ്മീഷനും മറ്റുള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ബാങ്ക് ചെയ്യാൻ, അതിന് മുകളിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അത് കിട്ടിയാലായി. അപ്പോൾ ബേസിക്കലി എനിക്ക് ശമ്പളം ഉള്ളൂ. രണ്ടാമത് ചോദിച്ചു, നിൻ്റെ അടുത്ത് ഈ ധാരാളം പൈസയുള്ള ആൾക്കാർ കൂടെ ഉണ്ടോ? ഞാൻ പറഞ്ഞു അതുമില്ല. അപ്പോൾ പറഞ്ഞു ഇത് നടക്കില്ല, ഇതിൻ്റെ ഈ ചാരിറ്റി ആക്ടിവിറ്റി നടക്കില്ല. ഈ മറ്റുള്ള ഈ പല ഓർഗനൈസേഷൻ നമ്മൾ പറയുന്നത് അവരുടെ ബാക്കിൽ ആൾക്കാരുണ്ട്, ഹ്യൂജ് ഫണ്ട്സ് ഉണ്ട്, CSR പോലത്തെ അല്ലെങ്കിൽ പല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം 40% അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് പോയാലും അവർക്ക് പ്രശ്നമില്ല. നമ്മളങ്ങനെയല്ല, നമ്മൾ പ്ലാറ്റ്ഫോമാണ്, മെമ്പർഷിപ്പ് ഫീ ഇല്ല, കമ്പൾസറി പേയ്മെൻ്റ് ഇല്ല. നമ്മളൊരു ഒരു ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് ഒരു വർക്ക് പ്രൊജക്റ്റ് ചെയ്യാണ്. ആ വർക്ക് ഇഷ്ടപ്പെട്ടാൽ ആൾക്കാർ പൈസ തരും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും തരില്ല. അതങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ചിലരുടെ കല്യാണത്തിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് എൻക്വയറി, കല്യാണം ആരും പൈസ തന്നില്ല. അപ്പോൾ അത് അവർക്ക് ഇത് കാണുന്ന വ്യക്തികൾക്ക് കല്യാണത്തിന് പൈസ കൊടുക്കാൻ താല്പര്യമില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിൽ. അങ്ങനെ ഓരോരുത്തരും താല്പര്യം അനുസരിച്ച് ആൾക്ക് ഫുൾ ഫ്രീഡം ഉണ്ട്. അതെ. അപ്പോൾ അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചാരിറ്റി ചെയ്യുന്നവരോട് കമ്പൽ ചെയ്യാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. മാത്രമല്ല അങ്ങനെ ഞാൻ വിളിച്ച് ചോദിക്കാറുമില്ല. നമ്മൾ ഒരിക്കലും ഒരു കാര്യത്തിൽ ഇൻസിസ്റ്റ് ചെയ്യരുത്. പക്ഷേ ഈ മോഹൻജി അങ്ങനെ ചോദിക്കാതിരുന്നിട്ടും മോഹൻജിയുടെ ഈ പ്രസ്ഥാനങ്ങളോട് ലോകമെമ്പാടുമുള്ള ആളുകൾ ഇത്രത്തോളം അനുഭാവപൂർണമായിട്ട് ഒരു സപ്പോർട്ട് തരാനുള്ള എന്ത് എലമെന്റ് ആയിരുന്നു അതിനകത്ത്? ട്രാൻസ്പാരൻസി. കാണാൻ പറ്റുമല്ലോ, എല്ലാം കാണാം. അതിലൊന്നും മറച്ചു വെച്ചിട്ടില്ല. കാരണം ഇപ്പം നമ്മൾ ആക്ടിവിറ്റി കൂടുമ്പോൾ ഇപ്പോൾ 1-2 ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. ചില ആൾക്കാർ പൈസ അവനവൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ മേടിച്ചു. അത് നമുക്കറിയുന്നില്ല. അത് കാരണം അത് കുറേ വോളണ്ടിയേഴ്സ് വരികയല്ലേ. ഇപ്പോൾ 5000 ഇന്ത്യയിൽ തന്നെ 5000 വോളണ്ടിയേഴ്സ് ഉണ്ട്, മോർ ദാൻ 5000 വോളണ്ടിയേഴ്സ്. ഇവരെല്ലാവരും ഒന്നും ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ 1-2 പ്രാവശ്യം വന്നപ്പോൾ അത് കാണുമ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ചെയ്യല്ലേ, അമ്മു കെയർ അക്കൗണ്ടിൽ തന്നെ വരണം, ഈ പ്രോസസ്സ് ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരും. ഇപ്പോൾ കൂടുതൽ ടൈറ്റൻ ചെയ്തു സിസ്റ്റമൊക്കെ. എങ്കിലും നമുക്ക് ചിലപ്പോൾ നമുക്കൊരു ഇത് വരും. അതായത് ചില ആൾക്കാർ നമുക്ക് മുഴുവൻ 100% ആൾക്കാരൊന്നും നമുക്ക് പറ്റില്ല. പക്ഷേ ഓവറോൾ ഇഫ് യു ടേക്ക്, അവർ എല്ലാവരും ഡീസൻ്റ് ആയിരുന്നു, അവർ ആ സിസ്റ്റം ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആൾക്കാർക്ക് അറിയാം. ഓക്കെ, ഇവരായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1.64 crores വർത്ത് ഓഫ് അന്നദാനം നടത്തി നമ്മൾ കോവിഡിൻ്റെ സമയത്ത്. ഈ 1.64 crores അന്നദാനം ഒന്നും നമ്മുടെ ഫണ്ട് ഉണ്ടായിട്ടല്ലല്ലോ, നമുക്ക് ബാങ്കിൽ ഫണ്ട് ഉണ്ടായിട്ടല്ലല്ലോ. അത് ഇന്ന സ്ഥലത്ത് നടക്കുന്നുണ്ട്, ഇവിടെ ആൾക്കാർക്ക് ഫുഡില്ല എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും ഓക്കെ ഞങ്ങൾ പൈസ തരാം. അപ്പോൾ അവർക്ക് കാണാൻ പറ്റും. അത് നമ്മൾ സെൻട്രലി കൺട്രോൾ ചെയ്യുന്നില്ല. ഇപ്പം പല സബേബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിക്കകത്ത് ചിലപ്പോൾ ഫുഡ് കിട്ടും, പക്ഷേ തൊട്ട് സൈഡിലുള്ള സ്ഥലത്തൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല കോവിഡ് സമയത്ത്. അങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ലായിരുന്നു, പോലീസ് ഒന്നും സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ ചില സ്ഥലത്ത് പോകുമ്പോൾ അവരോട് പറയും, ഇന്നമാതിരി പോലീസിനോട് പറയും ഈ ഏരിയയിൽ ഒന്നും കിട്ടുന്നില്ല ഫുഡ്. അപ്പോൾ ചിലപ്പോൾ പോലീസുകാരും കൂടെ വരും, നമ്മൾ പോകുന്നത് ശരിയാണോന്ന് അറിയാൻ, എന്നാലും നമ്മൾ ഡെലിവറി ചെയ്യും. അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിന് ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവുക എന്നതാണ് ഏറ്റവും മുഖ്യം. നമ്മുടെ മനസാക്ഷി ക്ലീൻ ആയിരിക്കണം. ചെയ്യുന്ന പ്രവൃത്തികൾ എന്തായാലും കുറ്റം പറയുന്ന ആൾക്കാരുണ്ടാവും. അതെപ്പോഴും നമ്മൾ അത് ചിന്തിക്കരുത് അതിനെക്കുറിച്ച്. ഞാനെപ്പോഴും പറയുന്നത് നമുക്ക് ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ ആൾക്കാർ പറയട്ടെ. പക്ഷേ അത് അവർക്ക് അറിയാത്തതുകൊണ്ടാണ് പലപ്പോഴും. ഇപ്പോൾ ഒരു കേസ് ഞാൻ പറയാം. ഒരു 80 കഴിഞ്ഞ ഒരു കപ്പിള്, അവർക്ക് അവരുടെ ഒറ്റ മകനേ ഉള്ളൂ. മകൻ ആക്സിഡൻ്റായി, അൺഅവൈലബിളായി, ഒറ്റ ഫുഡില്ല വീട്ടിൽ, ഒരു വരുമാനമില്ല. ഒരാഴ്ച അവർ കഴിഞ്ഞിട്ട് ഈ സ്ത്രീ ഹസ്ബൻഡിനോട് പറഞ്ഞു, മോഹൻജി ഒന്ന് വിളിച്ച് പറയൂ, നമുക്ക് എന്തെങ്കിലും കിട്ടും. ഹസ്ബൻഡ് പറഞ്ഞല്ല, മോഹൻജിക്ക് വളരെ ബിസിയാണ്, ഇന്ത്യയിലും ഇല്ല, അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ല എന്ന്. അവസാനമായി വൈഫ് വിളിച്ചു നമ്മുടെ ഓഫീസിൽ അപ്പോൾ അവർ വിളിച്ചപ്പോൾ ഇയാളെ പറഞ്ഞു ഇന്നമാതിരി ഒരു കോൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒന്നും ചോദിക്കേണ്ട, ആദ്യം ഫുഡ് ഡെലിവറി ചെയ്യും, പിന്നെ നമുക്ക് സംസാരിക്കാം. ഭക്ഷണമല്ലേ ചോദിച്ചേ, ഒന്നും ചിന്തിക്കേണ്ട, ഡെലിവറി ചെയ്തേക്കാൻ പറഞ്ഞു. അത് അവർ ഡെലിവറി ചെയ്തു. അത് കഴിഞ്ഞ് അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ്, ഈ കോവിഡ് സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു, പല സൂപ്പർ മാർക്കറ്റ് തുറക്കൂലായിരുന്നു. പക്ഷേ അവർ ഇൻറ്റേർണലി പലയിടത്തും ഡിസ്ട്രിബ്യൂഷനൊക്കെ നടത്തിയിട്ടുണ്ട്.
ഫുഡ് കേടുവരാതിരിക്കാനും ഒക്കെ. അപ്പോൾ അവരെ ഏൽപ്പിച്ചു ഈ ഫാമിലിക്ക് എന്ത് വേണമെങ്കിൽ കൊടുത്തോളൂ, നമ്മൾ ബില്ല് നമ്മൾ പേ ചെയ്തേക്കാമെന്ന്. അത് നമ്മൾ അനൗൺസ് ചെയ്യും, എല്ലാം അനൗൺസ് ചെയ്യണം നിർബന്ധമാണ്. കാരണം എന്ത് ചെയ്യണം നമ്മൾ പറയണം പബ്ലിക്കിനോട്, കാരണം ഇത് പബ്ലിക് ഫണ്ടും കൂടിയാണ്. ഒരുപാട് പേര് പറഞ്ഞു അതൊക്കെ ഇവരൊക്കെ വെറുതെ പറയുന്നതാണ്, അങ്ങനെയൊന്നുമില്ല, ഗവൺമെൻറ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഇങ്ങനത്തെ അവസ്ഥയൊന്നും കേരളത്തിലില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എഗൻസ്റ്റ് കുറേ വന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് 2 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റിയപ്പോൾ അവിടെ പോയി നോക്കി. അവിടെ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞത് ശരിയാണെന്ന് കണ്ടു. പിന്നെ അവരത് പബ്ലിസൈസ് ചെയ്തു, ന്യൂട്രൽ ആയിട്ടുള്ളവർ. അപ്പോൾ ഒരു മാസത്തോളം ആൾക്കാർ പറഞ്ഞു ഇത് വെറുതെ നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റോറിയാണ്, എല്ലാം വിവാദമാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആൾക്കാരോട് പറഞ്ഞു അതൊന്നും നോക്കരുത്, ഇപ്പോൾ അവർ നമ്മളെ വിളിച്ചു, ഫസ്റ്റ് എന്താ വേണ്ടത്, ഫുഡ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഭക്ഷണം ഇല്ലാന്നല്ലേ പറഞ്ഞു, അപ്പോൾ ഭക്ഷണം കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മളതൊരു ഒരു പെർമനൻ്റ് അറേഞ്ച്മെൻ്റ് ആക്കി. അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റില്ല, ചെറിയ കടയാണ്, ഇവർക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അവർ ലിസ്റ്റ് കൊടുക്കും, ആ ബില്ല് നമ്മളും കൊടുക്കും. അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കി. അത് അങ്ങനെ പോകുന്നുണ്ട്, അത് വളരെ ഭംഗിയായിട്ട് അത് നന്നായി പോകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ പലപ്പോഴും നമുക്ക് എല്ലാവരും ഒന്നും അപ്രീഷിയേറ്റ് ഒന്നും ചെയ്യില്ല നമ്മൾ ചെയ്യുന്നത്. സൊസൈറ്റി പലപ്പോഴും നമ്മളെ കാണുന്ന മുൻവിധിയോടെയാണ്, നമ്മളെല്ല എല്ലാവരെയും. ഗ്ലോബലി നോക്കിയിട്ട് ഈ ഏറ്റവും കൂടുതൽ ക്രൈമിൻ്റെ ബാക്കിൽ മൊബൈൽ ഫോണാണെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എന്നെ പ്രൊജക്റ്റ് ചെയ്യാണ്, എൻ്റെ ഒരു പേഴ്സണാലിറ്റി ഞാൻ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ റോബിൻജിയുടെ പേഴ്സണാലിറ്റി ഞാൻ വാല്യൂ ചെയ്യണില്ല. പിന്നെ അപ്പോൾ അയാൾ എൻ്റെ മുഖം വെച്ചിട്ട് ശിവൻ്റെ പടം വരച്ചു, എന്നിട്ട് എനിക്ക് അയച്ചു തന്നു ഡിജിറ്റലായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊന്നും ചെയ്യില്ല. അവന് ഡിപ്രസ്ഡായി, അവൻ വല്ലാതെ വിഷമായി. അപ്പോൾ അവന് തോന്നിയതെന്ന് വെച്ചാൽ ഞാൻ അവനെ റിജക്റ്റ് ചെയ്തു എന്നാണ്.